അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കാരുണ്യം എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ സുഖമുള്ള ഒരു പദമാണ്. പ്രപഞ്ചത്തിന്റെ നാഥൻ അവനിൽ സ്വയം നിർബന്ധമാക്കിയിട്ടുള്ള ഒരു വികാരമാണ് കാരുണ്യം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം എല്ലാ അധ്യായങ്ങളും തുടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായങ്ങളിലേക്കെല്ലാം നമ്മൾ പ്രവേശിക്കുന്നത്. ഈ പ്രപഞ്ചമഖിലവും അള്ളാഹുവിന്റെ കാരുണ്യം നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഈ പ്രപഞ്ചത്തിലെമ്പാടുമുള്ള എല്ലാ കാരുണ്യവും യഥാർത്ഥത്തിൽ പ്രപഞ്ചനാഥന്റെ കാരുണ്യത്തെ 100 പകുത്ത് അതിൽ ഒരൊറ്റ ഓഹരിയിൽ നിന്ന് ഉണ്ടാകുന്ന കാരുണ്യമാണ്. ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ഉദാഹരണങ്ങൾ മുതൽ ഒരു പശു, തള്ളപ്പശു അതിന്റെ കിടാവിനെ ചവിട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷ്മതയോടെ കാലുയർത്തി വെക്കുന്നത് വരെ ഉള്ള കാരുണ്യം, ഇതെല്ലാം ഈ ഒരൊറ്റ ഓഹരിയിൽ നിന്നുള്ളതാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാരുണ്യവും ഈ ഒരു ഓഹരിയിൽ നിന്ന് ഉള്ളതാണ്. അഥവാ ബാക്കി 99 ഓഹരിയും പ്രപഞ്ചനാഥൻ അവനെ വണങ്ങി വഴങ്ങി അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ് എന്നർത്ഥം. നമുക്കറിയാം, നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഘടനയും അതിന്റെ താളവും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പും ദമ്പതികളുടെ മുന്നോട്ടു പോക്കും ഒക്കെ അങ്ങനെയാണ്. ഈ ദമ്പതികൾക്കിടയിൽ, സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അള്ളാഹു അതിമഹത്തായ കാരുണ്യം ചെയ്തിരിക്കുന്നു എന്നാണല്ലോ. ഈ 99 ഓഹരി ഉള്ള കാരുണ്യത്തെ തേടുന്നവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ. അതിൽ നിന്ന് ലഭിക്കണമെന്ന്, ആ ഓഹരിയിൽ നിന്ന് കൂടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് മുഅ്മിൻ. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ഏറ്റവും വലിയ കാരുണ്യമുടയവനെ, നീ എനിക്ക് കരുണ ചൊരിയണമേ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഏതൊരു കാര്യവും പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയുകയില്ല. പ്രാർത്ഥനയുടെ കൂടെ പ്രവർത്തനം കൂടി ചേരുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്കുള്ള ഫലം പ്രപഞ്ചനാഥനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പ്രപഞ്ചനാഥനോട്, അള്ളാഹുവിനോട് നമ്മൾ കാരുണ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കരുണ എന്ന് പറയുന്ന ആ ഗുണം നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയും നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കാരുണ്യം നിറഞ്ഞു നിൽക്കുകയും വേണം. ഇർഹമു മൻഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചൊരിയും എന്നാണല്ലോ. അപ്പോൾ പ്രപഞ്ചനാഥനിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സവിശേഷമായി മാറ്റി നിർത്തപ്പെട്ട 99 ഓഹരി കാരുണ്യം നേടിയെടുക്കാനുള്ള അവസരം നമുക്കുണ്ടാകുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ളവർക്ക് നമ്മളിൽ നിന്ന് കാരുണ്യം ലഭിക്കുന്നത് മൂലമാണ്. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്നാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഇണതുണകൾ, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മുടെ മിത്രങ്ങൾ, നമ്മുടെ അയൽവാസികൾ, നാട്ടുകാർ, രാജ്യനിവാസികൾ, മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങളോടും നമ്മളിൽ നിന്ന് കാരുണ്യം നമുക്ക് നൽകാൻ കഴിയണം. അങ്ങനെ നമ്മളിൽ നിന്ന് ഈ ചുറ്റുപാടുകളിലുമുള്ള മുഴുവൻ വസ്തുക്കൾക്കും ജീവജാലങ്ങൾക്കും കാരുണ്യം നൽകിക്കൊണ്ടാണ് നമ്മൾ പ്രപഞ്ചനാഥനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ വലിയ ഉദാഹരണമായിരുന്നു. മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാ മനുഷ്യർക്കും കാരുണ്യമായിരുന്നു തിരുദൂതർ. എല്ലാവരോടുമുള്ള പെരുമാറ്റം കാരുണ്യത്തോടു കൂടിയുള്ളതായിരുന്നു. എല്ലാവരോടുമുള്ള ഇടപാടുകൾ കാരുണ്യത്തോടു കൂടിയുള്ളതായിരുന്നു. അങ്ങനെ ലോകത്തിന് മുഴുവൻ കരുണ ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും അതിന്റെ വഴികൾ തുറന്നിടുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു ലോകത്തിന്റെ കാരുണ്യമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിന്റെ ഈ രാപ്പകലുകളിലൂടെ കരുണ എന്ന ഗുണം കൂടുതൽ കൂടുതൽ ആർജിക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു കാരുണ്യവാനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി.